എന്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്കറിയാം. അവന് കാവലിരിക്കാനേ ഞാനുണ്ട്, അവന്റെ സഹോദരിമാരൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് ഓർത്തൊന്നും നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇറങ്ങാൻ നോക്ക്. മാഡം, എന്നെ ഇറക്കി വിടരുത്. ഞാൻ പോവില്ല മാഡം. എനിക്ക് പോവാൻ പറ്റില്ല. വിജയ്, വലിച്ചിറക്കി പുറത്തുകൊണ്ട് കളയുള്ള. എന്നെ തുടരുത്. എന്റെ സൂര്യ സാറിനെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. മമ്മി പറഞ്ഞ കേട്ടില്ലടി. ഇങ്ങോട്ട് പറഞ്ഞേ. ഇറങ്ങി പോവിടുന്ന് പറഞ്ഞേ. നാണില്ലേ? പറഞ്ഞാലും മനസ്സിലായി. ആന്റിയുടെ അനുവാദമില്ലാതെ ഇനി ഈ പടി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കൊല്ലും തന്നെ ഞാൻ. എന്റെ കരണത്തടിക്കാൻ നിനക്ക് കൈ പൊന്തിയല്ലേടി? അപ്പ തീർന്നതാ നീ ഈ കുടുംബവും തമ്മിലുള്ള ബന്ധം. നോക്കി നിക്കണ്ട, ഇറങ്ങിക്കോ. ഞാനിവിടെ ഇറങ്ങില്ല മാഡം. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള അവകാശമുണ്ട്. അവകാശോ? അതെ, അവകാശം. മാഡത്തിന്റെ മകൻ എന്റെ കഴുത്തിൽ കെട്ടിത്തന്ന ഈ താലിയുടെ അവകാശം. മിണ്ടി പോരുത്. ഇത്രയൊക്കെ കാണിച്ചില്ലേ? എന്റെ സൂര്യ സാറിന്റെ മുഖം എന്നെ കാണിക്കാതെ എന്റെ മുൻപിലൂടെ കൊണ്ടുപോയില്ലേ? ആ മുറി മുകളിലത്തെ നില എനിക്ക് വിലക്കി. അതൊക്കെ കേട്ട് കരഞ്ഞു നിന്നവളാ ഞാൻ. പക്ഷെ ഇനി എല്ലാരും കൂടി എന്നെ തോൽപ്പിക്കാൻ നിന്നാല് ആ മനുഷ്യൻ കെട്ടിത്തന്ന താലിയുടെ മഹത്വം എന്താന്ന് ഞാൻ തിരിച്ചു കാണിച്ചു തരും. ഇറങ്ങി പോണ്ടി വന്നാ പോവേണ്ട വഴിയൊക്കെ എനിക്കറിയാം. അപ്പൊ പിന്നെ മറ്റുള്ളവരോട് മാഡത്തിന് പറയേണ്ടി വരും നന്ദിനിക്ക് ഇവിടെ ഇരിക്കാനുള്ള അവകാശം എന്താണെന്ന്. ഞാൻ ഇവിടെ ഇരിക്കും മാഡം, ഇവിടെ തന്നെ ഇരിക്കും. എന്നെ പിടിച്ച് പുറത്ത് തള്ളാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്കതൊന്ന് കാണണം. മമ്മി, അത് ആന്റി വിളിച്ചത് നിന്റെ നല്ല സമയം. അതെന്തായിരുന്നാലും നന്നായി. ഇത്രയും നേരം ഇതൊക്കെ കാണിച്ചു കൂട്ടിയപ്പോ മോക്ക് ഇങ്ങനെ പറയാൻ തോന്നിയിരുന്നെങ്കിൽ എവരൊന്നും ഇങ്ങനെ പറയില്ലായിരുന്നു. ഞാൻ പോവില്ല രാജുവേട്ടാ. എന്റെ സൂര്യസാര വയ്യാതെ കിടക്കുമ്പോ ഞാനിവിടെ നിന്ന് ഇറങ്ങില്ല. ഇറക്കം നോക്കിയാൽ അവര് വിവരം അറിയും.
അവളെന്താ താലി എടുത്ത് കാണിച്ചപ്പോ ആന്റി പേടിച്ചു പോയോ?